സോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ പുതിയ ഗാർ ടാങ്കിലേക്ക് ഒരു പുതിയ ഗാറിനെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അവൻ ഗ്രൂമായി നമ്മുടെ ഫാമിൽ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഓസ്കാറിന്റെ ടാങ്ക് ചേഞ്ച് ചെയ്യണം, അതേപോലെ വാഹയുടെ ടാങ്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇന്നൊരു വലിയ ലോങ് വീഡിയോ ആണ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ വെയിറ്റ് ആൻഡ് വാച്ച്. സോ ഗൈസ്, നമ്മുടെ ഗാറിനെ നമ്മൾ നമ്മുടെ മോൺസ്റ്റർ പോണിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കറന്റ് ഉള്ള ഗാറുകൾക്ക് ഫീഡ് കൊടുക്കണം. അല്ലെങ്കിൽ അവന്മാർ പുതിയ ഇടുന്നവനെ ചൊറിയാൻ ചെല്ലും. അപ്പൊ അവന്മാരുടെ വയറൊന്ന് നിറച്ചിട്ട് വേണം നമുക്ക് പുതിയവനെ ഇടാൻ. ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫൈനൽ സെക്ഷൻ, ഒരു ടച്ച് അപ്പ് ഫീഡിങ്ങും കൂടെ കൊടുക്കാം. നമ്മളപ്പോൾ ഇവന്മാർക്ക് കൊടുക്കുന്നത് ചാള, മത്തി എന്നൊക്കെ പറയുന്ന ഇതും, അതേപോലെ നെത്തോലി, കൊഴുവ, ഇതൊക്കെയാണ്. ഈ മീനിന് വലിയ സീനില്ല. പക്ഷെ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾ അധിക നേരം പുറത്തിരിക്കുന്ന ഒരു മീനെ കൊടുക്കരുത്. കാരണം ഇതിന്റെ ഇൻഡസ്റ്റൈൻസ്, ഇതിന് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പൊ ഇതിന്റെ ഇൻഡസ്റ്റൈൻസിലുള്ള ബാക്ടീരിയസ് ഒക്കെ നമ്മുടെ ഫിഷ് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ മീൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഓക്കെയാണ്. ഏറ്റവും ബെസ്റ്റ് ഭക്ഷണം എന്ന് പറയുന്നത് പ്രോൺസ് തന്നെയാണ്. സോ യാ, ഈ പോണ്ടില് മൊത്തം 3 ഗാറാണുള്ളത്. ഒരു 2 ഫീറ്റ് പ്ലസും രണ്ട് 1.7 ഫീറ്റ് പ്ലസും. അപ്പം ഇവന്മാരുടെ കൂടെ അവസാനമായിട്ട് നമ്മളൊരു ഗാറിനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ പോണ്ടിൽ നമ്മൾ വേറെ ആരെയും ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഗാർ പോണ്ടായിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. നമുക്കൊരു ക്യാറ്റ് ഫിഷ് പോണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതേപോലെ നമുക്ക് വാഹകൾക്കും വേണ്ടി ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മോൺസ്റ്റർ പോണുള്ള ഗാറിനെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് നമ്മുടെ 4ാമത്തെ ഗാറിനെ കൊണ്ടുവരാം. സോ യാ, നമുക്കപ്പം ഇവനെ ഇവിടുന്ന് പിടിച്ച് നമ്മുടെ താഴത്തെ പോണ്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ. നമ്മളപ്പം ഇവനെയും കൊണ്ടുവന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവനിപ്പം ചെറുതായിട്ട് സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആകുമ്പോഴത്തേക്ക് ഇവനും ബാക്കിയുള്ളവരെ പോലെ ആ ഒരു ഒലിവ് കളർ വെച്ചോളും. എന്നിട്ട് നമ്മൾ അവസാനമായിട്ടൊന്ന് ഇവന്മാർക്ക് കുറച്ചുകൂടെ ഫീഡ് ഇട്ട് കൊടുത്തു. എല്ലാവരും ഇവൻ്റെ പുറത്ത് കയറുന്നതിന് വരെ സ്വന്തമായിട്ട് ഫീഡൊക്കെ കഴിച്ചിരിക്കട്ടെ എന്ന് കരുതി. ഒന്ന് തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ഇതിലേക്ക് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഇവന്മാർക്ക് ടാങ്ക് വേറെ ഉണ്ട്, നമുക്ക് അവിടെ ഇറക്കാം. കാരണം ഈ ടാങ്കിൽ വേണം നമുക്ക് വാഹനയൊക്കെ കൊണ്ടിടാനായിട്ട്. സോ തൽക്കാലം ഇവന്മാർ ഇവിടെ കിടക്കട്ടെ, ഇവന്മാരെ മാറ്റാം. ആ ഗാറും ഓസ്കാറും കിടന്നിട്ട് നമ്മളെ ഈ ടാങ്ക് വല്ലാണ്ട് അങ്ങ് അഴുക്കായിരുന്നു. നമ്മളത് വൃത്തിയാക്കി തിരിച്ച് കൊണ്ടുവച്ച് ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വാഹകള ഇടാനുള്ളതാണ്. അപ്പം അവന്മാരെ ഇരുന്നേരം തന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ ചെറുതായിട്ട് വെയിൽ അടിക്കും, വാട്ടർ പെട്ടെന്ന് തന്നെ ആൽഗെ വാട്ടറും ആവും. സോ ഗൈസ്, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാഹകളെ സ്വിച്ച് ചെയ്യാം. അപ്പം ഇതിനകത്ത് 2 ലാവാ റോക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്താലേ ഇവന്മാരെ പിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പം വാഹകളെ പിടിച്ച് നമ്മൾ വലിയ ടാങ്കിലേക്ക് കൊണ്ടിടാം. സോ ഗൈസ്, നമ്മുടെ 14 വാഹകളെ നമ്മൾ ഈ വലിയ ടാങ്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളിനി പോണ്ടിലോട്ട് ആക്കാൻ പോവാണ്. നമ്മൾ മറ്റേ ഗാറിന്റെ പോണ്ട് കണക്കണ്ട ഒരു സിമെന്റ് പോണ്ടിലേക്ക് മാറ്റാൻ പോവാണ്. നിങ്ങളെ തൽക്കാലം നമ്മളൊരു ഫിൽറ്റർ വെക്കുന്നത് അത്യാവശ്യം പവർഫുൾ ഫിൽറ്ററാണ്. പണ്ട് ഗാറുകളെ ഇട്ടിരുന്നപ്പം അവന്മാരുടെ ഇതിനകത്ത് യൂസ് ചെയ്തിരുന്ന ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാട്ടർ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ യാ, ഇപ്പം എൻ്റെ വ്യൂവേഴ്സും
എല്ലാവരും ഒരുവിധം ആൾക്കാർ ഒരു 17 വയസ്സ് തൊട്ട് ഒരു 35 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരാണ്. പഠിക്കുന്നവരും ജസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തവരും ഒക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിലുള്ളവർ. അപ്പം എല്ലാവർക്കും ഇതിന്നൊരു ലിവിങ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കേരളം ഇതിന് പറ്റിയൊരു ക്ലൈമറ്റും പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ നമുക്കൊരു എക്സ്പോർട്ട് ക്വാളിറ്റി ലെവൽ ഫിഷസിന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട്, എല്ലാവരും സെറ്റായിട്ടുണ്ട്. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷ് നമ്മൾ വാങ്ങിക്കണമെങ്കിലോ ഏതെങ്കിലും പെറ്റ്സിന് നമ്മൾ വാങ്ങിക്കണമെങ്കിലോ എക്സോട്ടിക് പെറ്റ്സിന് നമ്മൾ വാങ്ങിക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യുക. നമുക്കത് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യായിരിക്കും. സോ ബൈ.